പരസ്പര ബഹുമാനവും വിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പരസ്പര വിശ്വാസത്തെയും സ്നേഹത്തെയും നന്മയെയും കൂട്ടിയിണക്കിക്കൊണ്ട് പഴയ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ വിദ്യാർത്ഥികൾക്ക് ഇതിൽ വലിയ ഒരു പങ്കുണ്ട്, അധ്യാപകന് വലിയൊരു പങ്കുണ്ട്, രക്ഷിതാവിന് വലിയൊരു പങ്കുണ്ട്. ഈ കൂട്ടുകെട്ട് പൂർണ്ണമായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാക്കാൻ സാധിക്കും. ആ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രയത്നത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ 15-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 1 ദിവസം കെമിസ്ട്രി, 1 ദിവസം ഫിസിക്സ്, ഇങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളും നമ്മൾ പരിഹരിക്കപ്പെടുന്നതാണ്. ഒരു ക്രാഷ് പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അതും അനുഭവ സമ്പത്തിൻ്റെ പേരിലാണ്. കാരണം 1 കൊല്ലം കൊണ്ട് കവർ ചെയ്യുന്ന സിലബസ് നമുക്ക് 1 മാസം കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കും, 2 മാസം കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ 5 മാസം കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തികച്ചും പരീക്ഷയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മനുഷ്യ സ്നേഹത്തിനും ദയക്കും കാരുണ്യത്തിനും നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതിലൂടെ സമൂഹത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയ സമൂഹത്തെ നേരത്തെ സൃഷ്ടിച്ചതുപോലെ തന്നെ താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഈ പ്രയത്നത്തിൽ നിങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, ഈ സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്കും എത്തിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഉയർച്ചയിലെത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ബിനോയ് സാറ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഒരു കാര്യം പറയാം, 2 കാര്യം. നമസ്കാരം. ഡോക്ടർ VC ബിനോജ്. ടെല്ലസ് അക്കാദമിയുടെ വലിയ സംരംഭത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നെ കേൾക്കാനും കാണാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ടെല്ലസ് അക്കാദമിയോടൊപ്പം ചേരാൻ മനസ്സ് കാണിച്ചത്, അല്ലെങ്കിൽ ചേരാൻ വേണ്ടി കഴിഞ്ഞത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ സ്വപ്നങ്ങൾ, വലിയ പ്രതീക്ഷകൾ, സമർപ്പിതമായ മനസ്സുകൾ, ഇതൊക്കെയാണ് ടെല്ലസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്. പ്രിയപ്പെട്ട ഉമ്മർ മാഷ് എനിക്ക് മുമ്പേ നിങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ കടന്നു വന്നിട്ടുള്ളത് നന്മയെപ്പറ്റി, കാരുണ്യത്തെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി ഒക്കെ, സഹകരണത്തെപ്പറ്റിയൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറയുന്നത്. കാരണം ഏതാണ്ട് 10-40 വർഷക്കാലമായി പുന്നയൂർക്കുളം എന്ന് പറയുന്ന ഈ ഒരു സാഹിത്യ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അക്ഷര കേന്ദ്രമാണ് പ്രതിഭ എന്ന് പറയുന്ന സ്ഥാപനം. അത് ഈ മേഖലയിലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് അപ്പുറം പാലക്കാട് ജില്ലയിലായാലും മലപ്പുറം ജില്ലയിലായാലും ഒക്കെ കഴിയുന്ന ഒരുപാട് കുട്ടികളെ അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു സ്ഥാപനം കൂടിയാണ് പ്രതിഭ. ആ ഒരു പ്രതിഭയുടെ കുടുംബത്തിൽ നിന്നാണ് പുതിയ രൂപത്തിൽ ടെല്ലസ് അക്കാദമി രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ടെല്ലസ് അക്കാദമിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും, രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും, നിങ്ങളും ഇതുപോലെ തന്നെ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു സ്ഥാപനത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്, അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ജീവിതത്തിൽ ഒരുപാട് പരിചയ സമ്പത്തുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ പുതിയ തലമുറയുടെ ഊർജവും എല്ലാം തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ സമന്വയിച്ചു വരുമ്പോൾ തീർച്ചയായും നമ്മളുടെ മക്കൾക്ക് അത് വലിയ ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെല്ലാം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അവരുടെ രക്ഷിതാക്കളാണ് ഇപ്പോൾ എന്നോടൊപ്പം സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ പരീക്ഷാ പേപ്പറുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടവരായിരിക്കും. പഴയ രീതിയിലല്ല
ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയ മാറ്റങ്ങൾ, അതിലെ പല രീതിയിലേക്ക്, പല സ്വഭാവത്തിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന രീതിയിൽ ക്ലാസ് മുറിക്കകത്ത് അധ്യാപകൻ പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടികൾ കാര്യങ്ങളെ ഗ്രഹിക്കേണ്ട കാര്യത്തിൽ, ഉൾക്കൊള്ളേണ്ട കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അധ്യാപന മേഖലയിൽ പൊതുവെ പറയാറുണ്ട്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന രീതിയിൽ നോളേജ് ലെവൽ എന്ന രീതിയിലും അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന രീതിയിലും നിന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ അടുത്തൊരു തലത്തിലേക്ക്, ആപ്ലിക്കേഷൻ ലെവലിലേക്ക്, അല്ലെങ്കിൽ അതൊരു പക്ഷേ മുമ്പ് നിന്നിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2007 അല്ലെങ്കിൽ 2013 ഒക്കെ ഉണ്ടായിട്ടുള്ള KCF പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ലെവലുണ്ട്, അല്ലെങ്കിൽ നോളേജ് ലെവലുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിവരെ അപ്ലിക്കേഷൻ ലെവൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യവും 2013 വരെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ 2023 വന്നിട്ടുള്ള KCF എന്ന് പറയുന്നത് ഒരു പരിധിവരെ NEP ഒക്കെ ചുവടുപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുമുള്ള കേരള സമൂഹത്തിന് അനുയോജ്യമായ രീതിയിലേക്കാണ് പാഠ്യപദ്ധതിയിൽ പരിഷ്കരണം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അപ്ലിക്കേഷൻ ലെവലിൽ നിന്ന് ചോദ്യങ്ങൾ അനാലിസിസ് ലെവലിലേക്ക്, ഈ വിശദീകരണാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ വിശകലനാത്മകമായ രീതിയിൽ ബോധ്യമുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ഇനി വരുന്ന ചോദ്യപേപ്പറുകളെ നേരിടാൻ വേണ്ടി കഴിയൂ എന്ന രീതിയിലാണ് ചോദ്യപേപ്പറുകൾ മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായ ബുദ്ധിയുള്ള ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സർഗാത്മകമായ ബുദ്ധി അല്ലെങ്കിൽ സർഗപരമായ ബുദ്ധിയെ കാണിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഒരുപക്ഷെ ഇനി നല്ല രീതിയിൽ ചോദ്യോത്തരങ്ങളെ നേരിടാൻ വേണ്ടി കഴിയൂ, ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് പോയി ഇരിക്കാൻ വേണ്ടി കഴിയൂ, ഇനി വരാൻ വേണ്ടി പോകുന്ന മത്സര പരീക്ഷകൾക്ക് അനുയോജ്യമായ രീതിയിൽ അവനെ അല്ലെങ്കിൽ അവളെ രൂപപ്പെടുത്താൻ വേണ്ടി കഴിയൂ. അവിടെയാണ് ഇത്തരത്തിലുള്ള ടെല്ലസ് അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത് എന്നതാണ്. കാരണം നമുക്കറിയാം, ഇനിയൊക്കെ കുട്ടികൾ വലിയ വലിയ മത്സര പരീക്ഷകൾ, ഇപ്പോൾ വിശ്വോത്തരമായ സർവകലാശാലകളിലൊക്കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാവരും, അല്ലേ? ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളാണെങ്കിലും അവരുടെ രക്ഷിതാക്കളാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും ലക്ഷ്യമില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ടാവണം കേട്ടോ. എന്താ പറയാൻ കാരണം വെച്ചെങ്കിൽ, നമ്മുടെ ജീവിതയാത്രയല്ലേ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിതയാത്രയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എവിടേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, എന്താണ് നമ്മളുടെ ജീവിതത്തിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗോള്, എന്താണ് നമ്മളുടെ എയിം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ APJ ഒക്കെ പറയുന്നത് പോലെ എന്താണ് നിങ്ങളുടെ ഡ്രീം, നിങ്ങളെ ഉറക്കാതിരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ നമുക്ക് ഉത്തരങ്ങൾ ഉണ്ടായിരിക്കണം. പല കുട്ടികളും അതിൻ്റെ ഉത്തരങ്ങളിലേക്കൊക്കെ എത്തിയ ആളുകളാണ്. സാറേ, എന്നോട് തന്നെ പല വേദികളിലും സംസാരിക്കുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് പഠിക്കേണ്ടത് JNUവിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ ജാമിയ മിലിയയിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ അലിഗഡിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അമേരിക്കയിൽ പോയി പഠിക്കണം, ഫിൻലൻഡിൽ പോയി പഠിക്കണം, ജർമ്മനിയിൽ പോയി പഠിക്കണം, സിംഗപ്പൂരിൽ പോയി പഠിക്കണം. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ വിദേശ സർവകലാശാലകളിലും മറ്റുമൊക്കെ, ദാറ്റ് മീൻസ് സ്റ്റാൻഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ, ഓക്സ്ഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ, മാഞ്ചസ്റ്റർ, അങ്ങനെ ആ രീതിയിലേക്കുള്ള പല സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ പലരും. അപ്പോൾ അവിടെയൊക്കെ ഇനി വരാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, പരീക്ഷാ പേപ്പറുകൾ എന്ന് പറയുന്നത് വേറെ ഒരു നിലവാരത്തിലായിരിക്കും. നേരത്തെ പറഞ്ഞു വെച്ച ആ ഒരു നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ, സർഗപരമായ ബുദ്ധിയെ അളക്കുന്ന രീതിയിലുള്ള ചോദ്യപേപ്പറുകളായിരിക്കും ഇനി എവിടെയാണെങ്കിലും. ഈവൻ നമ്മളുടെ രാജ്യതലത്തിൽ നടത്തുന്ന ക്യുവറ്റ് പോലെയുള്ള പരീക്ഷകളിലൊക്കെ ആണെങ്കിലും ആ രീതിയിലേക്ക് ചോദ്യപേപ്പറുകൾ ആകമാനം മാറിയിരിക്കുന്നു. അത്തരം പരീക്ഷകൾക്ക് ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മളാണെങ്കിലും, നമ്മളുടെ 9th സ്റ്റാൻഡേർഡ് ആണെങ്കിലും 10th സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഇനി വരാൻ വേണ്ടി പോകുന്ന ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലാണെങ്കിലും ആ രീതിയിലേക്ക് നമ്മളുടെ ചോദ്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവിടെ നമ്മളും എന്ത് ചെയ്യണം, മാറണം എന്നുള്ളതാണ്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഒരു ടീം നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കണം. ഇവിടെ ഓൺലൈനിൻ്റെ എല്ലാ സാധ്യതകളും ടെല്ലസ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും മിടുക്കരായ അധ്യാപകരാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ അവരുടെയൊക്കെ സഹായം നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ ആപ്പ് ഉപയോഗപ്പെടുത്തി മനോഹരമായി നിങ്ങൾക്ക് മികച്ച മാർക്കുകൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി കഴിയും. മാർക്ക് എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ അറിവിനെ വർദ്ധിപ്പിക്കാവുന്ന രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ വിശകലനാത്മകമായ ബുദ്ധി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ടെല്ലസ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ പറയും, എൻ്റെ വിഷയം മനഃശാസ്ത്രം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം, പൊതുവേ നമ്മൾ മനസ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് ഈസ് എവരിത്തിങ്. നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം.
അപ്പോൾ ടെല്ലസ് അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇതിൻ്റെ ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഏത് ചിന്തകളെ വേണമെങ്കിലും നീ കൊണ്ടുവന്നോളൂ. മൈൻഡ് ഈസ് എവറിത്തിങ്, വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം. ആ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അതിന് ഓൺലൈനായിട്ടുള്ള എല്ലാ സാങ്കേതിക പിന്തുണകളും നിങ്ങൾക്ക് ലഭിക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓഫ്ലൈൻ സപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ നമ്മളെയൊക്കെ പോലെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ സഹായം ഈ സ്ഥാപനത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാനസികമായ എന്തെങ്കിലും പിരിമുറുക്കങ്ങളുണ്ടെങ്കിൽ അതിനെ റീഫ്രഷ് ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള പിന്തുണ ഈ സ്ഥാപനം നിങ്ങൾക്ക് നൽകും. അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ സ്ഥാപനം നൽകും. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സർവ്വതോന്മുഖമായ ഒരു പിന്തുണ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതിഭ അതിൻ്റെ ഒരു മുഖം ഒന്നുകൂടി മാറ്റി ഒരു പുതിയ തലമുറയ്ക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ, ഒരു ആൽഫ ജനറേഷന് അനുകൂലമാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജെൻസി തലമുറയ്ക്ക് അനുകൂലമാവുന്ന രീതിയിൽ ടെല്ലസ് അക്കാദമിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽക്ക് എന്ത് ചെയ്തോളൂ, ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തോളൂ. നിങ്ങളുടെ ആ ഒരു മാറ്റത്തിനോടൊപ്പം ഈ സ്ഥാപനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മാറ്റം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും വളരെ നിസ്സാരമാണെന്നുള്ളത്. ഒരിക്കലും നിസ്സാരമല്ല. മാറ്റം നാം കരുതുന്ന പോലെ അത്ര എളുപ്പത്തിൽ സാധ്യമാവുന്നൊന്നല്ല. മനുഷ്യനെപ്പോഴും അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനാണ് താല്പര്യം ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ മിടുക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുണ്ടാവുക. ഇവിടെ വരാത്ത എത്ര പേരുണ്ട്? കാരണം അവരും ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അത്ര വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല. നമ്മൾ പറയും, പൊതുവേ നമ്മൾ ക്ലാസ് മുറിക്കകത്തൊക്കെ പറയും, നിങ്ങളിപ്പോൾ നോക്കൂ, എന്നെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ചലനങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിങ്ങനെ കൈകെട്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ പൊതുവേ നമ്മൾ പറയും, ഇതിൻ്റെ ഇപ്പം എൻ്റെ ഈ വലത് കൈ മുകളിലേക്ക് വന്നിരിക്കുന്നു, ഈ കൈ ഞാൻ വീണ്ടും പഴയ റിലാക്സ്ഡ് ഫോമിലേക്ക് വന്ന് വീണ്ടും തിരിച്ചു കെട്ടുന്ന സമയത്ത് എനിക്ക് സ്വാഭാവികമായി തോന്നുന്നു, എൻ്റെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഈ വലത് കൈ തന്നെ ഇവിടെ വരിക എന്നുള്ളതാണ്. എന്നാൽ അടുത്ത രീതിയിൽ ഈ ഇടത് കൈ മുകളിലേക്ക് വരുത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ദിസ് ഇസ് ചേഞ്ച്. ഇതാണ് മാറ്റം. നിങ്ങളുടെ ശരീരം പോലും ഇത് വളരെ എളുപ്പത്തിൽ സാധ്യമാക്കി നിങ്ങൾക്ക് തരില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിയും? അവിടെ നമുക്ക് വേണ്ടത് നല്ല ഡിസിഷനാണ്, നല്ല തീരുമാനമെടുക്കാനുള്ള കഴിവാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു നിങ്ങളെടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് ഈ ഒരു ടെല്ലസ് അക്കാദമിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു എന്നുള്ളത്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു ദേശസ്നേഹപരമായ അല്ലെങ്കിൽ സാമൂഹ്യ സേവനാധിഷ്ഠിതം കൂടിയായിട്ടുള്ള ഈ ഒരു പദ്ധതിക്കൊപ്പം, പ്രോഗ്രാമിനൊപ്പം നിങ്ങൾ ചേരാൻ വേണ്ടി തയ്യാറായി എന്നുള്ളത് നിങ്ങളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. അപ്പോൾ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ് എന്നുള്ളത് നല്ല ഡിസിഷനാണ്. ഇപ്പോൾ നിങ്ങൾ എടുത്തൊരു തീരുമാനം ശരിയാണ്, ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ചേഞ്ച് വേണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്നുള്ള ആഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, വലിയ സർവകലാശാലയിൽ പഠിക്കണം, അല്ലെങ്കിൽ ഏറ്റവും മികച്ച കോളേജുകളിൽ ക്യാമ്പസുകളിൽ പോയി പഠിക്കണം, അവിടുത്തെ ക്യാമ്പസ് ഇൻ്റർവ്യൂകളിലേക്ക് എനിക്കെത്തണം, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന സ്വപ്നതുല്യമായ പദവിയിലേക്ക്, ജോലിയിലേക്ക് എനിക്കെത്തണം. ഈ ഒരു ആഗ്രഹമാണ് മാറ്റം വേണമെന്നുള്ള നിങ്ങളുടെ ചിന്ത. അപ്പോൾ രണ്ടാമതായിട്ട് ആ ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. ഓക്കെ, അതിനെയാണ് നമ്മൾ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഡിസിഷൻ മേക്ക് ചെയ്യണം, രണ്ടാമത് നിങ്ങൾക്ക് ചേഞ്ച് വേണം, പിന്നെ നിങ്ങൾക്ക് വേണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അത് നിങ്ങൾക്ക് കൺസിസ്റ്റൻസിയാണ്. അതായത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഹാർഡ് വർക്കിനെ പറ്റി പറയാറുണ്ട്. ഹാർഡ് വർക്ക് ദാറ്റ് ബീറ്റ്സ് ദി ടാലൻറ്റ് ഇഫ് ദി ടാലൻറ്റ് ഡസൻ വർക്ക് ഹാർഡ് എന്ന് പറയും. നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും, അവർ നല്ല മിടുക്കരായിട്ടുള്ള ആളുകൾ, ടാലൻ്റ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവർ പണ്ട് എപ്പോഴോ നമ്മൾ കേട്ട് മറന്ന കഥയിലെ മുയലിനെ പോലെ ടാലൻ്റ് ഉണ്ട്, പക്ഷെ ഉറങ്ങിക്കിടന്നു. അവർക്ക് വിജയിക്കാൻ വേണ്ടി കഴിയില്ല. അവിടെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ കരുത്തായിട്ടുള്ള ആമ സഞ്ചരിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. അത് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്നുള്ളത് കൺസിസ്റ്റൻസിയാണ്. നിങ്ങളൊരു തീരുമാനമെടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അപ്പോൾ നേരത്തെ ഉമ്മർ മാഷ് പറഞ്ഞു, എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്സിൻ്റെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായ സമയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഉണ്ടാവണം, അല്ലേ? പെട്ടെന്നൊരു തീരുമാനമെടുത്തു, നിങ്ങൾ ആദ്യത്തെ 1-2 ക്ലാസ്സിൽ വന്നു, പിന്നെ വരാതെയായി. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. സോ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ക്യാൻ ബീറ്റ്സ് ദി ടാലൻറ്റ് എന്ന് പറയുക. നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന എത്ര മിടുക്കരായിട്ടുള്ള ആളുകളുണ്ടെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ, സ്ഥിരത കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മുകളിലേക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ സ്ഥാപനം വളരെ കൃത്യമായി ചാർട്ടഡായി ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും. അപ്പോൾ ആ ക്ലാസ്സിലൊക്കെ നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് യുവർ കൺസിസ്റ്റൻസി. അടുത്തൊരു കാര്യം പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. പലരും നമ്മളതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുണ്ടാവും പല കാര്യത്തിലും. എന്തിനാ അതിൻ്റെ പിന്നാലെയൊക്കെ പോണേ, അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ നടക്കുമോ,
അല്ലെങ്കിൽ ഇതിങ്ങനെ കുറേ സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും നമ്മുടെ മനോഭാവത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അവിടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് പ്ലാൻ, ഡ്രീം, സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ സ്വപ്നങ്ങളിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി കഴിയും ഇത്തരത്തിലൊരു സ്ഥാപനത്തെ ട്രസ്റ്റ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഇത്തരം ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കുന്നതിലൂടെ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക്, എൻ്റെ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയും എന്നൊരു മനോഭാവം നിങ്ങൾ കീപ്പ് ചെയ്യുക. ആറ്റിറ്റ്യൂഡാണ് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ, പുറകോട്ടടിപ്പിക്കാൻ, മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനൊക്കെ പല വഴിയിലൂടെ ആളുകൾ വന്നു എന്ന് വരാം. പക്ഷെ അതിലൊന്നും പിടികൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവ് ആക്കി നിർത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പൊതുവെ പറയാറുണ്ട് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ബിൽഡ്, അല്ലെങ്കിൽ ദാറ്റ് ക്രിയേറ്റ് യുവർ ആൽറ്റിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? ആൽറ്റിറ്റ്യൂഡ് തീരുമാനിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ഔന്നത്യത്തിലേക്ക്, ഉയരത്തിലേക്ക് എത്തിച്ചേരണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. സോ നിങ്ങളുടെ മനോഭാവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോസിറ്റീവ് ഔട്ട്ലുക്ക്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക എന്നതാണ് എൻ്റെ കൂടെ ചേർത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സ്വഭാവങ്ങൾ, നേരത്തെ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും, ചേഞ്ച് വേണമെന്നുള്ള ഒരാഗ്രഹമാണെങ്കിലും, കൺസിസ്റ്റൻസി ആണെങ്കിലും, ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും, ഇത്തരം ചില ക്വാളിറ്റികൾ നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. അതിന് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട സവിശേഷതകളിൽ, ഗുണങ്ങളിൽ മറ്റൊന്നെന്ന് പറയുന്നത് നന്നായി വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ടെക്നിക്കാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഇത്തരം ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ എന്തിനാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ടാവണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരത്തെ പറഞ്ഞ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്നുള്ള ഒരു എയിം, ഒബ്ജക്റ്റീവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു? വിഷ്വലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ചൊരു സ്ഥാപനത്തിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച ഒരു ഇടത്തിൽ ജോലി ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ ചെറിയ രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങണം? വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. സോ ഇന്ന് മുതൽക്ക് നിങ്ങൾ വിഷ്വലൈസേഷൻ എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുക. എല്ലാ ദിവസവും കാലത്ത്, വൈകിട്ട് പോലുള്ള സമയങ്ങളിലൊക്കെ, കാലത്ത് എണീക്കുന്ന സമയത്താവാം, അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്താവാം, ജീവിതത്തിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു വിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിനെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളൊരു അധ്യാപകനായി ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു കളക്ടറായി സിവിൽ സർവീസ് രംഗത്ത് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു മീഡിയ പേഴ്സണായി ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അത് നിങ്ങൾ നന്നായി എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് ഇന്നു മുതൽക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ആ വിഷ്വലൈസേഷൻ നിങ്ങളെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ സെൽഫ് ടോക്ക് എന്ന് പറയുന്നൊരു കാര്യം കൂടി പൊതുവെ പറയാറുണ്ട് ഈ മേഖലയിൽ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വാളിറ്റിയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ആറ്റിറ്റ്യൂഡ് അല്ലേ? മറ്റു പലരും നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, ഇതൊക്കെ സാധ്യമാകുമോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങണം. എന്നെക്കൊണ്ട് ഇത് സാധിക്കും എന്നുള്ളത് നിങ്ങൾ സ്വയം സംസാരിക്കുക, പോസിറ്റീവായി സംസാരിക്കുക. അതിനെയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. നിങ്ങൾക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരം ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു തലത്തിലേക്ക്, ഡ്രീമിലേക്ക് എത്താൻ വേണ്ടി കഴിയും എന്ന് നിങ്ങൾ സ്വയം സംസാരിക്കാൻ വേണ്ടി തുടങ്ങുക. പിന്നെ പതിയെ നിങ്ങൾ ആക്ഷനിലേക്ക്, ആ ആക്ഷൻ എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. വിത്തൗട്ട് ആക്ഷൻ എവരി പ്ലാൻ ഈസ് സിംപ്ലി എ വിഷ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ എത്ര വലിയ പ്ലാൻ ഉണ്ടാക്കിയാലും ആക്ഷൻ ഇല്ലെങ്കിൽ അതൊക്കെ കേവലം ഒരു ആഗ്രഹം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി മാറും എന്നുള്ളതാണ്. ആ ആക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ അർജുൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഫിസിക്സിൻ്റെ ക്ലാസ്, അല്ലെങ്കിൽ ആതിര ടീച്ചറുടെ നേതൃത്വത്തിലുള്ള കെമിസ്ട്രിയുടെ ക്ലാസ്, ബിജു സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷിൻ്റെ ക്ലാസ്, രാജൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള മാത്സിൻ്റെ ക്ലാസ്, അതൊക്കെ നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒന്നായി മാറും എന്നുള്ളതാണ്. അത് ഈ സ്ഥാപനത്തിന് അത്രമേൽ ഉറപ്പുണ്ട്. അതാണ് എനിക്ക് മുമ്പേ സംസാരിച്ച ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഉമ്മർ സാറ് സൂചിപ്പിച്ചത്. ഈ സ്ഥാപനം ആ ഒരു ലക്ഷ്യം കൂടി, ഒരു സാമൂഹ്യ സേവനാധിഷ്ഠിതമായ സ്വഭാവം കൂടി ഈ സ്ഥാപനത്തിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ സ്ഥാപനം നിങ്ങളെ ചലിപ്പിച്ചോളും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ രണ്ടെണ്ണേ ചെയ്യണ്ടു. നന്നായി വിഷ്വലൈസ് ചെയ്യുക, നന്നായി സെൽഫ് ടോക്ക് നടത്തുക. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ഷനാണ്. ആ ആക്ഷനിലേക്ക് പാർട്ട്ണറായിട്ടാണ് ടെല്ലസ് അക്കാദമി നിങ്ങളോടൊപ്പം ചേരുന്നത്. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ ഓൺലൈൻ സപ്പോർട്ടും ഈ സ്ഥാപനം നൽകും. നിങ്ങളുടെ സമയം ഏതൊക്കെയാണോ അത് ഇവിടെയുള്ള അധ്യാപകരുമായി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കഴിയും. ആ ഡിസ്കഷനിലൂടെ രൂപപ്പെടുന്ന ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ, ഞാൻ നേരത്തെ കൺസിസ്റ്റൻസി എന്നുള്ളൊരു പദം ഉപയോഗിച്ചിരുന്നു, പെർസിസ്റ്റൻസ് എന്നൊക്കെ പറയും, ആ ഒരു സ്ഥിരത കീപ്പ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സുകളോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ
യു ക്യാൻ അറ്റൈൻ യുവർ ടാർഗറ്റ്, യു ക്യാൻ അറ്റൈൻ യുവർ എയിം, യുവർ ഒബ്ജക്റ്റീവ്, യുവർ ഗോൾ, യുവർ വിഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. നാം കരുതുന്നത് പോലെയല്ല ഈ കാലഘട്ടം. നേരത്തെ മാഷ് സൂചിപ്പിച്ചു, ഈ കാലഘട്ടം അത്രമേൽ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, മത്സരാധിഷ്ഠിതമായ ഒന്നാണ്. ഒരാൾക്കും മറ്റൊരാളെ കാത്തിരിക്കാനുള്ള സമയമില്ല. എല്ലാവരും വിജയത്തിലേക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത്രയും കോമ്പറ്റേറ്റീവായ ഒരു ലോകത്ത് നമ്മൾ അത്രമേൽ കോമ്പിറ്റൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മളുടെ പ്രായം എന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് തന്നെയാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥിതി വെച്ചുകൊണ്ട് 10th എന്ന് പറയുന്നത്, SSLC എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു ടേണിംഗ് പോയിന്റിൽ നല്ല ഒരു എഡ്യൂക്കേഷൻ പാർട്ട്ണർ നിങ്ങൾക്ക് കിട്ടുക, നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചതൊരു വലിയ ഭാഗ്യമാണ്, കുട്ടികളെ സംബന്ധിച്ചതൊരു വലിയ അനുഗ്രഹമാണ്, വഴികാട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മലാല യൂസഫ് സായിയൊക്കെ പറഞ്ഞതുപോലെ നല്ലൊരു അധ്യാപകൻ, നല്ല പുസ്തകം, നല്ലൊരു പേന, ഇത് മാത്രമേ വേണ്ടൂ. ഇതാണൊരു മനുഷ്യനെ എന്ത് ചെയ്യുന്നത്, മാറ്റി തീർക്കുന്നത്, അവന് പുതിയൊരു ലോകം സാധ്യമാക്കി കൊടുക്കുന്നത് ഇതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പഴയ ഉള്ളൂരാണെങ്കിൽ പോലും പഴയ കവിതയിൽ അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട്, വിദ്യ വിട്ട് നരനാമോ വിശ്വംഭരിയിൽ വാഴുവാൻ, ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ എന്ന് പറയാറുണ്ട്. അതായത് മനുഷ്യന് വിദ്യാഭ്യാസം ഇല്ലാതെ ഒരിക്കലും ഇവിടെ ജീവിക്കുക വളരെ പ്രയാസമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്രമേൽ മികച്ച ഒന്നാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയും. കൊടുക്കും തോറും ഏറിടും കൊണ്ടുപോകില്ല ചോരന്മാർ, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം എന്ന് പറഞ്ഞു വെക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നായിട്ട് വിദ്യാഭ്യാസം മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ ഏറ്റവും നല്ലൊരു പാർട്ട്ണറായി ടെല്ലസ് അക്കാദമി നിങ്ങളോടൊപ്പം സഞ്ചരിക്കും. എല്ലാ രീതിയിലുള്ള സാങ്കേതിക സൗകര്യങ്ങളും ഈ സ്ഥാപനം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും നവീനമായ സാങ്കേതിക സൗകര്യങ്ങളുടെ പിന്തുണയാണ് ഈ സ്ഥാപനം നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ളത്. ഓഫർ ചെയ്യുന്നത് എന്നതല്ല പറയുന്നത്, കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥാപനം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങുക. തീർച്ചയായും നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ രക്ഷിതാക്കളുടെ സ്വപ്നം, അതുവഴി നിങ്ങളുടെ നാടിൻ്റെ സ്വപ്നമെല്ലാം സാഫല്യമാകുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനത്തിന് സഞ്ചരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനോടൊപ്പം വിജയികളായി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഏറ്റവും മനോഹരമായി തീരട്ടെ. ഈ SSLC മാത്രമല്ല, ഇനി വരാൻ വേണ്ടി പോകുന്ന എല്ലാ മത്സര പരീക്ഷകളിലും നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഈ ടെല്ലസ് അക്കാദമിയിലെ അധ്യാപകർ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഓക്കെ, നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. ഓക്കെ, താങ്ക് യു, ടാറ്റാ. നമസ്കാരം. നമുക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ രംഗത്തുള്ള നിങ്ങൾക്ക് തന്ന ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ തന്നത് എൻ്റെ ഏറെ പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായിട്ടുള്ള ബിനോജ് സാറാണ്. സാർ ഒരു വിദ്യാഭ്യാസ നിരീക്ഷകൻ കൂടിയാണ്. ആള് ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് വളരെയേറെ നമുക്ക് എല്ലാവർക്കും ഗുണമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു പുതിയൊരു മോഡേൺ സിസ്റ്റം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പം എങ്ങനെയാണ് പോകുന്നതെന്ന് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ബിനോജ് മാഷ് നമുക്ക് ഏറ്റവും നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ തന്നത്. നമ്മൾ ടെല്ലസ് അക്കാദമി എന്തായാലും ഈ പറയുന്ന രീതിയിലൂടെ തന്നെ നിങ്ങളുടെ 100% വിജയം ഉറപ്പുവരുത്തും എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പാണ്. അടുത്തായിട്ട് ഇനി വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് നിങ്ങളുടെ ടൈം ടേബിളുകൾ. ഈ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന ക്ലാസ്സുകളുടെ ടൈം ടേബിളാണ്. അത് പറയുന്നതിനായി ഏറെ സ്നേഹത്തോടെ നമുക്ക് തുടക്കത്തിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഉമ്മർ മാഷിനെ ക്ഷണിക്കുകയാണ്. ആരും പോവാതെ തന്നെ ഇരുന്നിട്ട് നമ്മുടെ ടൈം ടേബിളുകൾ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യണം. അതിനെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ടൈം ടേബിള്: തിങ്കൾ ബുധൻ ഇംഗ്ലീഷ്, ചൊവ്വ വെള്ളി മാത്സ്, വ്യാഴം കെമിസ്ട്രി, ശനി ഫിസിക്സ്. 7 മുതൽ 8 വരെയാണ് ക്ലാസ്. 45-50 മിനിറ്റാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. 10 മിനിറ്റ് ഇൻറ്ററാക്ഷന് വേണ്ടിയിട്ട് വിനിയോഗിക്കും. ഇതുകൂടാതെ 15 ദിവസം കൂടുമ്പോൾ പരീക്ഷകളുണ്ടായിരിക്കും. ആ പരീക്ഷകൾ മോണിറ്റർ ചെയ്യുന്നത് രക്ഷിതാക്കൾ തന്നെ ആയിരിക്കും. ചോദിച്ചോളൂ എന്താണ്? ഒന്നുകൂടി പറയോ ടൈം ടേബിൾ? തിങ്കൾ ബുധൻ ഇംഗ്ലീഷ്, ചൊവ്വ വെള്ളി മാത്സ്,
വ്യാഴം കെമിസ്ട്രി, ശനി ഫിസിക്സ്. കേട്ടില്ലേ? തിങ്കൾ ബുധൻ ഇംഗ്ലീഷ്, ചൊവ്വ വെള്ളി മാത്സ്, വ്യാഴം കെമിസ്ട്രി, ശനി ഫിസിക്സ്. 7 to 8 വൈകുന്നേരം, അതാണ് ക്ലാസ് ടൈം. അപ്പോൾ കൃത്യം 7 മണിക്ക് തന്നെ എല്ലാവരും അതിലുണ്ടായിരിക്കണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും രക്ഷിതാക്കൾക്ക് കുട്ടികളെ നിരീക്ഷിക്കാൻ സാധിക്കും. 15 ദിവസം കൂടുമ്പോൾ രക്ഷാകർത്താക്കളുടെ മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത് 21-ാം തീയതി ഞായറാഴ്ച 10:30-നാണ്. അത് പ്രധാനമായിട്ടും ഈ 5 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താനും പരിഹരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവുക. രക്ഷിതാവിനും ഇതിലൊരു വലിയ പങ്കുണ്ട്. വിദ്യാർത്ഥിക്കൊപ്പം രക്ഷിതാവിന് പഠിക്കാൻ പറ്റും, രക്ഷിതാവിനൊപ്പം വിദ്യാർത്ഥിക്കും പഠിക്കാൻ പറ്റും. അപ്പം എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് പറയുന്നു. ബിനോയ് സാറും ജെറിയൊക്കെ വളരെ നന്നായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നു, മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണതയിലെത്തുന്നതിന് വേണ്ടി, ഒരു വലിയ മാറ്റത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ഈ 4 സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കെമിസ്ട്രി, ഫിസിക്സ്, ഇംഗ്ലീഷ്, മാത്സ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഏതെങ്കിലും വിഷയങ്ങൾ ഇതിൽ പെടാത്ത വിഷയങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സോൾവ് ചെയ്ത് തരും. അത് ഇതേപോലെ ടൈം ടേബിൾ വെച്ചിട്ട് നമുക്കത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം 6 ദിവസമാണ് ക്ലാസ് വരുന്നത്, തിങ്കൾ ടു ശനി. ഞായറാഴ്ച ഒഴിവ് ദിവസമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അത് ആവശ്യപ്പെടുകയാണെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും നമ്മൾ അത് ചെയ്തു തരും. ഈവൻ മലയാളം അടക്കം ചെയ്തു തരും. ഓക്കെ, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടാ. ഇപ്പൊ പറയാം. തിങ്കൾ ബുധൻ ഇംഗ്ലീഷ്, ചൊവ്വ വെള്ളി മാത്സ്, വ്യാഴം കെമിസ്ട്രി, ശനി ഫിസിക്സ്. ഒന്നുകൂടി പറയാം, തിങ്കൾ ബുധൻ ഇംഗ്ലീഷ്, ചൊവ്വ വെള്ളി മാത്സ്, വ്യാഴം കെമിസ്ട്രി, ശനി ഫിസിക്സ്. മറ്റു വിഷയങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ പോളിഷ് തരുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചോദിക്കുക, ക്ലിയർ ചെയ്യുക.
പക്ഷേ എന്റെ കൂട്ടുകാരെയും കൂടി ഇതില് ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ആര് ഇവിടെ ഈ മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ട് ഇനി ജോയിൻ ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്ക്? ജോയിൻ ചെയ്യാൻ പറ്റൂട്ടോ, ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി. നമ്മൾ ഇന്നല്ല ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ, തിങ്കളാഴ്ച മുതലാണല്ലോ റെഗുലർ ക്ലാസ് വരുന്നത്. അപ്പോൾ എത്ര കുട്ടികൾക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, ആ നമ്പറിൽ വിളിച്ച് അറിയിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ടൈം ടേബിൾ ഇടുന്നു പറഞ്ഞു കേട്ടോ. എന്നിട്ട് നിർത്താം. വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ചോദിക്കുക അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് നിർത്തിക്കോ ഞാൻ പറയുമ്പോൾ. നിങ്ങളെ ഗ്രൂപ്പിൽ ടൈം ടേബിൾ ഇടും. ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.